നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നെ ഇറക്കി വിട, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം പ്രശ്നമാവും. അയ്യോ, എന്നെ തട്ടിക്കൊണ്ട് പോകുന്നേ. അവള് ഞങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട്. മിനിസ്റ്ററുടെ മോനെ ആക്രമിച്ചവനെ പിടിച്ചോണ്ടുവാ, അല്ലെങ്കിൽ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം കാണിച്ചതാ. എന്നിട്ട് ഇവളെ ഞങ്ങൾ വിട്ടയക്കൂ. ഇവളുടെ ഫോൺ ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും. അക്കാര്യം പോലീസിൽ അറിയിച്ച് സ്വയം കുഴി തോണ്ടണ്ട. വണ്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വിടറാ. വേഗം പോ. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അവര് വളരെ സീരിയസാ. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരെ പോലെ അവര് സംസാരിച്ചത്. ആരവിനെ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവര് വൃന്ദ വിട്ടു തരില്ലെന്നല്ലേ പറഞ്ഞത്. ആരവ് എവിടാന്ന് പോലും നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ ആരവിനെ കാണിച്ചു കൊടുക്കുക? വൃന്ദ അവരുടെ കയ്യിൽ പെട്ടത് പ്രശ്നമാണല്ലോ. അവളെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് പറ. നമ്മൾ അവരെ ചേസ് ചെയ്തിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അവന്മാര് വൃന്ദയും കൊണ്ട് എങ്ങോട്ടാ പോയെന്ന് അറിയില്ലല്ലോ. നമ്മൾ ഇങ്ങനെ നിന്നാ ശരിയാവില്ല. നമുക്ക് നഷ്ടപ്പെടുന്ന ഓരോ നിമിഷവും വൃന്ദയ്ക്ക് അപകടവാ. കിരണെ, എന്താ ചെയ്യണ്ടേ? നീ എന്തെങ്കിലും ഒന്ന് പറ, നമുക്ക് അവളെ രക്ഷിക്കണ്ടേ? വേണം. അക്കാര്യം ഞാനും ആലോചിക്കുന്നേ. എന്ത് ചെയ്താൽ വൃന്ദയെ രക്ഷിക്കാൻ പറ്റുക? ഒരു പിടുത്തവുമില്ല. പോലീസിനെ അറിയിച്ച് നമ്മൾ കുടുങ്ങും. റീന മാമിനെ അറിയിച്ചാലോ? സംഗതി കിഡ്നാപ്പാ. റീനാമെ അറിയിച്ചാലേ ആ നിമിഷം അവരത് പോലീസിനെ അറിയിക്കും. വേറെ എന്ത് വഴിയാ നമുക്കുള്ള? അത് പറ. ആരവനെ കാണിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെ വൃന്ദ രക്ഷിക്കുന്ന? പാവം വൃന്ദ, അവൾ അവന്മാരുടെ ഇടയിൽ പേടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അവന്മാർ അവളെ ഉപദ്രവിക്കുമെന്നാണ് അതിന്റെ പേടി. അവളെ അവന്മാരെന്തെങ്കിലും ചെയ്താലേ നമ്മൾ ഫയർ ആണെന്ന് അവന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. ആരോ മാത്ര വൃന്ദയെ കിട്ടാനുള്ള ഏക വഴി. വേറെ വഴി ഒന്നും ഞാൻ കാണുന്നില്ല. അതിപ്പോ നടക്കത്തില്ലല്ലോ. നീ നടക്കുന്ന കാര്യം പോലും പറ. വൃന്ദ ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. നമ്മൾ എങ്ങനെ അവളെ രക്ഷിക്കും? ആര് രക്ഷിക്കും? ഡോക്ടർ ഗബ്രിയേൽ, ഇയാൾ ഈ സമയത്ത് തന്നെ ഇവിടെ വന്ന് പെട്ടല്ലോ. നിങ്ങളെന്താ ഇവിടെ ചുറ്റിക്കറങ്ങുന്നേ? ഒന്നുമില്ല സാർ, ഞങ്ങൾ വെറുതെ ഇതിലെ വന്നതാ. അല്ല, നിങ്ങൾ 5 പേരെ ഒരുമിച്ചാണല്ലോ കാണാറുള്ളത്. ഇന്നൊരാളില്ലേ? എവിടെ പോയി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, കൂട്ടുകാരി ഹോസ്റ്റലിലുണ്ടോ അതോ നാട്ടിൽ പോയോ? ചേടാ, ഞാൻ നിങ്ങളോടാ ചോദിക്കുന്നേ. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഇവിടെ നിന്ന് അവളെ രക്ഷിക്കാൻ പറ്റില്ല. അതെ, നമ്മുടെ സമയം വേസ്റ്റ് ആവുക. ഇനിയും നിന്നാ ഇയാൾ നമ്മുടെ മനസ്സിലുള്ളതൊക്കെ കണ്ടുപിടിക്കും. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ തുറന്നു പറ. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല സാർ, ഞങ്ങൾ പോട്ടെ എന്നാ. They are in trouble. ഗബ്രിയേൽ, നമ്മൾ എവിടെ ചെന്നാലും അയാൾ നമ്മളെ പിന്നാലെ ഉണ്ടല്ലോ. അയാൾക്ക് നമ്മളെ എന്തെങ്കിലും സംശയം ഉണ്ടാവോ? അയാൾ വൃന്ദ അന്വേഷിച്ചത് അയാൾക്ക് എന്തോ മനസ്സിലായിട്ടല്ലേ? അയാൾ വല്ലതും കണ്ടോന്ന എന്റെ ഇപ്പോഴത്തെ സംശയം. അയാൾക്ക് സംശയം ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാള് നമുക്കല്ലേ സംശയം. നമ്മുടെ സംസാരത്തിൽ നിന്നും അയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ഗബ്രിയേൽ എന്തെങ്കിലും ചെയ്യട്ടെ. അയാളല്ല നമ്മുടെ വിഷയം, വൃന്ദയാ. അവളെയും കൊണ്ട് അവന്മാര് എങ്ങോട്ടാ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഈ ഭാഗത്ത് റൂട്ടുകളൊന്നും നമുക്ക് പിടിയില്ലാത്ത കൊണ്ടാവും നമുക്ക് വഴി തെറ്റിയത്. വൃന്ദയെ നമ്മൾ എങ്ങനെ അവന്മാരുടെ പിടിയിൽ റിലീസ് ചെയ്യും? ഒരു ഐഡിയയും കിട്ടുന്നില്ലല്ലോ. വൃന്ദ തനിച്ചായതുകൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. അവളങ്ങനെ തളരുന്ന കൂട്ടത്തിലൊന്നുമല്ല. നമ്മൾ അവളെ തേടിയെത്തി റിലീസ് ചെയ്യുന്നവക്കറിയാം.
വൃന്ദ അവന്മാരെങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിയേണ്ടത്. ആ സ്ഥലം കണ്ടെത്തിയല്ലേ പറ്റൂ. വൃന്ദയില്ലാതെ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകുന്നവരെ ആലോചിക്കാനും വയ്യ കേട്ടോ. അവളില്ലാതെ നമ്മൾ തിരിച്ചു പോകുന്നില്ലല്ലോ. അവന്മാരവിടെ ഉപദ്രവിക്കൂ. അക്കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനുണ്ട്. കിരണേ, അവളെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്തും? നമ്മൾ എന്ത് പൊട്ടക്കളി കളിച്ചായാലും അവളെ രക്ഷപ്പെടുത്തിയിരിക്കും. അവന്മാരെന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരാ. ബുദ്ധിപരമായി നീങ്ങിയില്ലേ അത് വൃന്ദയ്ക്ക് നമുക്കും പ്രശ്നമാവും. കിരണേ, എന്താ നിന്റെ പ്ലാൻ പറ. അവന്മാര് പിടിച്ചോണ്ട് പോയിരിക്കുന്നതേ നമ്മളിൽ ഒന്നിനെയാ. ഇനിയാ അവന്മാര് ശരിക്കുള്ള കളി കാണാൻ പോകുന്നേ.